ജീവിതത്തിൽ ഖളാ വീട്ടാൻ പറ്റുമോ? അപ്പൊ സുന്നത്ത് ജമാഅത്തല്ലാത്ത എല്ലാ കക്ഷികളും ഇവിടെ ഇമാമിയങ്ങളെ വിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. സുന്നത്ത് ജമാഅത്ത് ഇമാമിയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതം നയിക്കണം. അത് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഇമാമിയങ്ങളാണ് ഖുർആൻ അറിയുന്നവർ. അവരാണ് നിയമങ്ങൾ പഠിപ്പിച്ചു തന്നത്. അവരെ പൂർണ്ണമായി പിന്തുടരുക. അതാണ് സുന്നത്ത് ജമാഅത്ത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ റൗളാ ശരീഫിന്റെ സമീപത്ത് ഗവർണർ നിൽക്കുന്നു. അബൂ ജഅഫറിൽ മൻസൂർ ചോദിക്കുന്നു മാലിക് ഇമാമിനോട്, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദ്ഉ അമ്മസ്തഖ്ബിലു റസൂലല്ലാഹ്. മാലിക് ഇമാം തങ്ങളെ, ഞാൻ ഖിബ്ലക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണോ, അല്ല നബിതങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ഖബറിലേക്ക് തിരിഞ്ഞ് നബിതങ്ങളിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണോ? മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ഫലിമ തസ്രിഫു വജ്ഹക അൻഹു. എന്തിനാണ് നബിതങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിക്കുന്നത്? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. ഖിയാമനാളിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഉപ്പാപ്പ ആദം നബി അലൈഹിസ്സലാമിനും അവിടുന്ന് ഇടയാളനല്ലേ? ആ ഇടയാളനായ നബിയിലേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് നിങ്ങൾക്ക് ദുആ ചെയ്തുകൂടെ? ബലിസ്തഖ്ബിൽഹു. ഓ ഗവർണറെ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ? വസ്തശ്ഫീ ബിഹി. നബിയോട് ശഫാഅത്ത് തേടിക്കോ. നബിതങ്ങളെ ഇടയാളനാക്കാനും നബിതങ്ങളോട് ശഫാഅത്ത് തേടാനും നമുക്ക് അതാ പറഞ്ഞു തരുന്നത്, ഗവർണർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മഹാനായ ശഫീ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദും കൂടിയായ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വഖദ് ഖാല തആല. ഞാനിത് വെറുതെ പറയുകയല്ല, അല്ലാഹു പറഞ്ഞതാണ്. ഗവർണറെ, ഖുർആനാണ് മാലിക് ഇമാമിന് തെളിവ്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റ് ചെയ്തു പോയവർ നബിയെ തങ്ങളെ സമീപിച്ച് തങ്ങളോട് സങ്കടം പറയുകയും അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയും തങ്ങളവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ഉണ്ടായാൽ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് റസൂലുള്ളാഹിനോട് നിങ്ങൾ ശഫാഅത്ത് തേടിക്കോ. മഹാനായ മാലിക് ഇമാം തങ്ങൾ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദാണ്, ശാഫി ഇമാമിന്റെ ഉസ്താദാണ്. ഖുർആൻ ഓതിയിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടാൻ ഖുർആൻ തെളിവുദ്ധരിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ കൈവശത്തിൽ എന്തുണ്ടോ അതെല്ലാം പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇമാമിയങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു തന്നത് മാത്രമാണ്. അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നമ്മൾ ജീവിച്ച് മരിക്കണം. ഇത് റജബ് മാസമാണ്. അല്ലാഹു തആല ഈ റജബിന്റെ എല്ലാ ബറക്കത്തും സാധുക്കളായ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് ഇങ്ങോട്ട് കയറി വരണം. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പലരും വാടിപ്പോകുന്നു. അത്രയും ക്ഷീണം, അത്രയും ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം തരണം റഹ്മാനെ. ഞാനിപ്പോ ഇങ്ങനെ വരുമ്പോ ഒരാള് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മഴ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. മലപ്പുറം ജില്ലയിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാ, മഴ കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യണം. പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങൾ നടത്താൻ വെള്ളമില്ല, വീടുകൾക്ക് വെള്ളമില്ല, പള്ളിക്ക് വെള്ളമില്ല, അങ്ങനെ പലതിനും വെള്ളമില്ല. വലിയ ബേജാറിലാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കാവശ്യമായ വെള്ളം
എല്ലാ സ്ഥലത്തും അല്ലാഹു നൽകുമാറാകട്ടെ. പടച്ചറബ്ബിനോട് ഒരുപാട് വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ട്. സുഹൃത്തുക്കളെ, ഇത് ഒരു വലിയ മഹത്തായ സ്ഥാപനമാണ്. ഇവിടെ ഒരു പുതിയ സ്ഥാപനം എന്ന നിലക്ക് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കുട്ടി +2 കഴിഞ്ഞുവോ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് ഇസ്ലാമിക് മോഡൽ അക്കാദമി എന്ന് പറഞ്ഞ് പ്രത്യേകമായി ഒരു സംവിധാനത്തിന്റെ ചെറിയ പ്രചരണം ലഭിച്ചിട്ടുണ്ടാകും. ഇവിടെ ധാരാളം മേഖലകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ധാരാളം മേഖലകളിലുള്ള കുട്ടികൾക്ക്, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് BA BCom ഡിഗ്രിയോടൊപ്പം ഇന്റഗ്രേറ്റഡ് ഇസ്ലാമിക് ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന ഒരു പ്രത്യേക സംവിധാനത്തിലുള്ള പഠനങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു അത് നമുക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളതിൽ പഠിപ്പിച്ച് യോഗ്യരാക്കി മാറ്റണമെന്ന് ഞാൻ പ്രത്യേകമായി രക്ഷിതാക്കളോട് ഉണർത്തുന്നു. ഒരു കാര്യം കൂടി പറയൂ. സ്ഥാപനങ്ങൾ നടന്നു പോകണമെങ്കിൽ കുറേ ഘടകങ്ങൾ ഒന്നിക്കേണ്ടതുണ്ട്. ആ ഘടകങ്ങൾ ഓരോരുത്തരും അതിൽ പണിയെടുക്കേണ്ടതുണ്ട്. ഒറ്റ വാക്കിൽ പറയാൻ, ഏറ്റവും പ്രധാനമായി പണിയെടുക്കേണ്ടത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ നന്നായി പഠിക്കണം. കുട്ടികൾ നന്നായി പഠിച്ചാൽ അവർ സ്വന്തത്തിൽ പുരോഗമിക്കുന്നതിന്റെ പുറമെ സ്ഥാപനങ്ങൾക്ക്, ജനങ്ങൾക്കിടയിൽ നല്ല അംഗീകാരം വരും. അപ്പൊ കുട്ടികൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സേവനം അവർ നന്നായി പഠിക്കുക എന്നതാണ്. അച്ചടക്കത്തോടെ നന്നായി പഠിക്കുക എന്നതാണ്. ഇപ്പൊ ഈ നോട്ടീസ് വിതരണം ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങണം. എന്നിട്ട് ഇപ്പം വായിക്കരുത്, വായന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പാത്രത്തിന്റെ അപ്പുറത്തായി പോകും. അതുകൊണ്ട് എല്ലാവരും വാങ്ങണം, പിന്നീട് വായിച്ചു നോക്കണം. വിശദമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ പഠിക്കണം, നന്നായി പഠിക്കണം. കുട്ടികൾ പഠിച്ചാൽ, നല്ല യോഗ്യരായ ആളുകൾ സ്ഥാപനത്തിൽ നിന്നിറങ്ങിയാൽ ആ സ്ഥാപനം പിന്നെ ആരും പ്രചരിപ്പിക്കേണ്ടതില്ല. ആ തെങ്ങിന്റെ തൈ, ആ തൈയിന്റെ ബഹുമാനം എന്താ? ധാരാളം നല്ല തേങ്ങ ഉണ്ടാകുന്നുള്ള തന്നെയാണ്. അത് ധാരാളം ഉണ്ടാകുന്നുള്ള തന്നെയാണ്. സ്ഥാപനത്തിന്റെ ബഹുമാനം കുറെ ബിൽഡിംഗ് ഉണ്ടായാലല്ല, മറിച്ച് അവിടുന്ന് കുറെ നല്ല പ്രഗത്ഭരായ ആളുകൾ ഇറങ്ങലാണ്. ഈ പ്രഗത്ഭരായ ആളുകൾ തന്നെ താനേ ഉണ്ടാവില്ല, കുട്ടികൾ നന്നായി പഠിച്ചാലേ ഉണ്ടാവുള്ളൂ. അതോടുകൂടി തന്നെ സ്റ്റാഫുകൾ നന്നായി സമയം നോക്കാതെ കഠിനാധ്വാനം ചെയ്യണം. നമ്മുടെ മുൻഗാമികളായ ഉസ്താദുമാരൊക്കെ അങ്ങനെയല്ലേ നമ്മളെയൊക്കെ പഠിപ്പിച്ചത്. ഇന്നും നമ്മുടെ പ്രായം ചെന്ന ഉസ്താദുമാർ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാഫുകളൊക്കെ നന്നായിട്ട് അധ്വാനിക്കണം. മൂന്നാമത്തെ ഒരു ഘടകം ഞാൻ പ്രത്യേകം പറയുന്നു, എല്ലാവരും അവരവർക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തിൽ നിന്ന് സ്ഥാപനത്തെ പരിപോഷിപ്പിക്കണം. എനിക്ക് അല്ലാഹു തആല തന്ന നിഅമത്ത് ആണ് 2 വാക്ക് സംസാരിക്കുക. അത് ഞാൻ എന്റെ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. വേറെ ചിലർക്ക് അല്ലാഹു തആല കൊടുത്തത് ശാരീരികമായ ആരോഗ്യമാണ്, പൈസയൊന്നുമില്ല. അവരാരോഗ്യം കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കണം, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ആരോഗ്യം കൊണ്ട് പ്രവർത്തിക്കണം. വേറെ ചിലർക്ക് അല്ലാഹു കൊടുത്ത സ്വാധീനമാണ്, അവരെ സ്വാധീനം സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. മറ്റു ചിലർക്ക് അല്ലാഹു തആല കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസമാണ്, അവരെ വിദ്യാഭ്യാസം സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ചിലർക്ക് അല്ലാഹു കൊടുത്തത് മതപരമായി ഉന്നതമായ അറിവാണ്, അവർ അത് സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഇതുപോലെ വേറെ ചിലർക്ക് അല്ലാഹു തആല കൊടുത്തത് പൈസയാണ്, പണമാണ്, അവര് പണം സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിക്കണം. ഇവിടെ ആരും പണവും കൊണ്ട് പോവില്ല, ആരും പണവും കൊണ്ട് ഖബറിലേക്ക് പോവില്ല. 3 കഷ്ണം തുണി. ഷെയ്ഖ് സായിദ് മരണപ്പെട്ടുപോയി, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. UAE പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹം. ഒരുപാട് സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ബഹുമാനിച്ച ആളാണ് അദ്ദേഹം. ആ ഷെയ്ഖ് സായിദ് മരിച്ചു പോകുമ്പോൾ ഒരു കൊട്ടാരവും കൊണ്ടുപോയിട്ടില്ല. കൊട്ടാരത്തിൽ